ഹായ് ടു ഓൾ, നമസ്കാരം എല്ലാവർക്കും JP യൂണിവേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു കാര്യം പഠിക്കാം. ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും നടക്കില്ല. റിലേഷൻഷിപ്പ് ആയാലും മണി ആയാലും ഹെൽത്ത് ആയാലും നമ്മുടെ കരിയർ ആയാലും ഒന്നിലും നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. അപ്പൊ സക്സസ് ആവണം, വിജയിക്കണം. അപ്പൊ അതേപറ്റി പറയാൻ പോകുന്നു. ഫസ്റ്റ് ഞാൻ കഥ പറയാം. ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്റെ ബിസിനസിന്റെ ഓണർ, കമ്പനിയുടെ ഓണർ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയാൻ എന്റെ യൂട്യൂബ് ചാനലിലായാലും നമ്മുടെ ഈ പറയുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയാലും വരുന്ന ആളുകളുടെ പ്രായം നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എല്ലാവരും 30, 40, 50 അതിന് മുകളിലുണ്ട്. അപ്പോ അന്ന് എന്റെ ഓണർ പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. കമ്പനിയിൽ ഞാൻ ഒരാളെ എംപ്ലോയി വെക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എപ്പോഴും ഒരു 40 ഏജിന് എബോവ് വ്യക്തികളാണ് പറഞ്ഞത്. ഞാൻ അന്ന് അതിശയിച്ചു പോയി, എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഓർക്കുന്നത്. അവർക്ക് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ഭയങ്കര എപ്പോഴും ഒരു ആഗ്രഹമാക്കുന്നവര് ഇവരെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഇവരെ കൊണ്ട് നമുക്ക് നല്ല ഉപകാരം എന്ന് പറഞ്ഞു. ഇപ്പോ 20 to 30 ഏജിലുള്ള വ്യക്തികളെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ജോലിയുമായിട്ടോ വലിയ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല. അന്ന് ഞാൻ അത് മനസ്സിലായി. അപ്പോൾ എന്റെ ഏജ് 25 ആയിരുന്നു, 24 ആയിരുന്നു ആ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 40 ഏജ് ഒക്കെ ഉള്ള ഒരു മെച്ചൂരിറ്റി വ്യക്തിയാണ് ഞാൻ. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ കാരണം വെച്ചാൽ ഒരു കാര്യം പറഞ്ഞത് ഈ ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. സോ നിങ്ങൾക്കും ഞാൻ ഈ കാര്യം പറഞ്ഞു തരാം. ഇത് എന്തുകൊണ്ട് അങ്ങനെ ആവാന്ന് വെച്ചാൽ 20 to 30 ഏജ് വരെയുള്ള ഏജ് ഗ്രൂപ്പുള്ള ഈ പറഞ്ഞ പിള്ളേര് അവര് മത്സരിക്കുന്നത് 40 ഏജിന് മുകളിലുള്ള ആൾക്കാരായിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ മനസ്സിലായി. അപ്പോ നമ്മള് ഈ പറഞ്ഞ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ സക്സസ് ആവണമെങ്കിൽ വളരെ എളുപ്പമാണ് ഇന്ന്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല അവസരമാണ്. ഇപ്പൊ എന്റെ ചാനൽ നോക്കിയപ്പോൾ എല്ലാവരും 40 ഏജിന് മുകളിലുള്ള ആൾക്കാരാണ്. അപ്പോ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു, അവര് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസും ഷോർട്സ് ഒക്കെ കണ്ട് സമയം കളയുന്നു. പക്ഷെ നിങ്ങൾക്ക് നല്ല ചാൻസ് ആണ്. അപ്പോ നിങ്ങൾക്കുള്ള പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ മാറ്റം എന്നുള്ളതാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച നിലയ്ക്ക് എത്താൻ പറ്റും എത്രയും വേഗം. പിന്നെ അപ്പൊ നിങ്ങൾക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ല 20 to 30 ഏജിലുള്ള ആൾക്കാർ, അവർക്ക് ഉള്ള ആൾക്കാർക്കുള്ള കുറച്ച് ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഈ ബാഡ് ഹാബിറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആകും. ഓക്കെ, എന്റെ ഏജ് 25 ആണ്, നിങ്ങൾ 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്. പക്ഷെ അതിൽ കുറഞ്ഞ ആൾക്കാർ വളരെ കുറവാണ്, നമ്മൾ കസി വരുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ആ ഏജ് ഗ്രൂപ്പിലൊക്കെ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവർത്തികളൊക്കെ അവർ ചെയ്യുന്ന ഫോൺ യൂസേജും നെഗറ്റീവ് ചിന്താഗതികളൊപ്പം പോകുന്നു, ലവും ഇതൊക്കെ പോകുന്ന കാര്യം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഫംഗ്ഷൻസ്, ഫെസ്റ്റിവൽസ്, ഈ പറഞ്ഞ മദ്യപാനമായാൽ പോലും ഇതുപോലെ അഡിക്ഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളും പരാജയപ്പെടുന്നതാണ്. അപ്പോ ഞാനിപ്പോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, എന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവിടെ എടുക്കുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 40 ഏജിന് മുകളിൽ എടുക്കുള്ള ഞാൻ ആ കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയിട്ട്. അത് കാരണം വെച്ചാൽ അവർക്ക് നല്ല പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും എന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ 22, 20 ഇവരൊക്കെ നല്ല പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരാകുമ്പോൾ നല്ലതുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് എന്റെ ഓണർ പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കമ്പനി എല്ലാവരും മിക്ക ആൾക്കാരും 40 ഏജ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എന്തുകൊണ്ട് എങ്ങനെയാന്ന് വെച്ചപ്പോൾ ഇത് ഇങ്ങനെ അർത്ഥം പറഞ്ഞു. കാരണം അവർ ലൈഫെല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ മേഖലയും അനുഭവിച്ച് കഴിഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ലൈഫിൽ അനുഭവിക്കുന്നത് ദാമ്പത്യം മാത്രമാണ്, ബാക്കിയുള്ള എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളിപ്പോ അതൊക്കെ അനുഭവിച്ചുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി മാറണം നല്ല ആഗ്രഹമുണ്ട്, അത് മാറാൻ പറ്റുക തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരും. ഈ പോയിന്റ്സ് നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിലൊക്കെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച നിലയിലില്ലേ എത്താൻ പറ്റും. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ സക്സസ് ആവാത്തതും നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒരുപാട് തോൽവികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം കൊണ്ടാണ്. അതാണ് നമ്മുടെ തോട്ട്സ്, ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിയിടാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്നൊന്നും കെട്ടാൻ പറ്റില്ല. ഒരു രഥത്തില് ഒരു 4 കുതിരകൾ എന്ന് പറഞ്ഞാൽ 4 കുതിരകൾ വെക്കണമല്ലോ, അത്രയും ആ കുതിരയെ നമ്മൾ കറക്റ്റായി കൊണ്ടുപോയാൽ മാത്രമേ ആ രഥം പോവുള്ളൂ. ആ കുതിരയെ നമ്മൾ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ആ കണ്ണൊക്കെ മാറ്റി കഴിഞ്ഞാൽ അറിയില്ല നമുക്ക്, അങ്ങനെ ഒരു വേറെ ദിശയിലേക്ക് പോകും. അതുപോലെ നമ്മളുടെ കുതിരകളെ നമ്മൾ അത്രയും ഫോക്കസ് ആക്കി മാറ്റണം. ഇപ്പോ നിങ്ങൾക്കുള്ള സിറ്റുവേഷൻസ്, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിള്, ചിന്തകൾ വന്ന് എന്നെ ഇപ്പോഴും ഇതാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. ഒരു യൂട്യൂബ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങൾക്ക് കെയർ ഉള്ളത്. ആ യൂട്യൂബ് നോക്കുമ്പോൾ ആണോ, യൂട്യൂബിൽ ഇപ്പൊ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്കിപ്പോ ഇമ്പ്രൂവ് ആവണമെന്ന് ആഗ്രഹമുണ്ട് യൂട്യൂബിൽ കയറിയിട്ട്. നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് കണ്ണു പോകുന്നത് എന്തെങ്കിലും ഒരു ഡാൻസോ പാട്ടോ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം എന്താണ്, നമ്മുടെ ബ്രെയിന് വേണ്ടത് അതാണ്. ബ്രെയിൻ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇഷ്ടം, അതൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടും ബ്രെയിൻ അതേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
അവിടേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹം, എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഡോക്ടറിന്റെ ആ യൂട്യൂബിൽ എടുത്ത ഡോക്ടറിന്റെ എന്താണ് ആവശ്യം അത് മാത്രം എടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ ആ നേരത്തെ നമ്മൾ അവിടെ പോയി എന്റർടൈൻമെന്റ് കാണില്ല. അങ്ങനെ ഒരു വീഡിയോ കണ്ട പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ. അപ്പോ എന്ത് ചെയ്യണം? കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ഫോക്കസ് ചെയ്യാതെ എനിക്ക് ആവശ്യമുള്ള എന്താണോ അത് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ചിന്തകളെ നമ്മൾ കെട്ടിയിടാൻ പഠിച്ചു. ഇങ്ങനെ ചിന്തകളെ കെട്ടിയിടാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പോയിന്റ് നോക്കുക. നിങ്ങൾ രാവിലെ എണീക്കുന്നത് എപ്പോഴാണെന്ന് ആദ്യം നോക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റും എണീക്കുന്ന സമയവും ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഏത് സമയം ടൈപ്പ് ചെയ്യാൻ പറ്റും. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് യൂട്യൂബിലാണ് അവിടെ കമന്റ് ഇടാവുന്നതാണ്. അപ്പൊ ചാറ്റ് ബോക്സ് ഇട്ടോ. അത് 7 ആവാം, 8 ആവാം, 9 ആവാം, ചിലപ്പോ 6 ആവാം, ചിലപ്പോ 5 ആവാം, ചിലപ്പോ 4 ആവാം. ഈ സമയത്ത് നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം തന്നെ ഫോൺ എടുക്കുകയാണ് ചെയ്യണത്. ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? ഒരു ഇമെയിൽസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇമെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾക്കാരുടെ മെസ്സേജോ ആണോ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ലൈഫിൽ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ആ നേരത്ത് നിങ്ങൾക്ക് വരേണ്ടത് എന്റെ ലൈഫിൽ ഈ ദിവസം ഞാൻ എണീക്കുമ്പോൾ എനിക്ക് ഇത്രയും വലിയ ലക്ഷ്യമുണ്ട്, ഞാൻ ആഗ്രഹിച്ച പോലെ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നേരത്തെ എണീക്കുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ചിന്തകളെ കൺട്രോൾ ചെയ്യുക. ആ സമയം നിങ്ങളുടെ എണീക്കുമുള്ള 1 ഹവറിലെ ഏറ്റവും മനോഹരമായ സമയമാണത്. ആൽഫ മോഡാണ് അത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഫോക്കസ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആ സംഭവം നേടാൻ പറ്റും. അത് എത്രയും വേഗം നേടാൻ പറ്റും. കാരണം ആ നേരത്തുള്ള നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടിരിക്കുക, കാം ആയിട്ടിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല മെഡിറ്റേഷൻ പവർ അനുഭവിച്ചെടുക്കാൻ അറിയാൻ പറ്റും. ഇന്നിവിടെ നമ്മുടെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്. അവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം പവർ ഉണ്ട് മെഡിറ്റേഷനൊക്കെ. നല്ല പവറാണ് മെഡിറ്റേഷന്. നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കും മെഡിറ്റേഷൻ. നിങ്ങൾക്ക് അത്രയും പവറാണ് മെഡിറ്റേഷന്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇനി അത് പറ്റില്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞത് നിങ്ങൾ അതിന്റെ ദൈവമേ എനിക്ക് ഇങ്ങനെ തരുന്നതല്ല പറയേണ്ടത്. നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ നന്ദി പറയുക. ചെയ്തു നോക്കുക. നിങ്ങൾ എനിക്ക് എന്റെ ലൈഫിൽ ഉള്ള കാര്യം നന്ദി പറയാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കാര്യം, നിങ്ങൾക്ക് എന്തില്ലാത്തത് അതിൽ നന്ദി പറയാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് സക്സസ് ആവാനുള്ള ഐഡിയ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഇത്രയും വർഷം 40-30 വർഷമായിട്ട് സക്സസ് ആവുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് സക്സസ് ആവുന്നുള്ളത് ഐഡിയ പറഞ്ഞിരുന്നപ്പോ. ഓക്കെ, 22 ഏജിലാണ് ഞാനിത് മനസ്സിലാക്കിയത്, ഈ ഒരു ഐഡിയാസ് മനസ്സിലാക്കിയത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ടെലഗ്രാമില്. ഈ ഗ്രൂപ്പിൽ ഒരു അഫർമേഷൻ അയച്ചു ഡെയിലി. അപ്പൊ ഇത് വായിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ കളിയാക്കി, വെറുതെ എന്തൊക്കെയോ കിടന്ന് പറയുന്നു, ഇത് നന്നാകാൻ പോണ്, എന്റെ ഈഗോ മാറി, ഞാൻ പ്രശ്നങ്ങളൊക്കെ മാറി, ഞാൻ സുഖമായിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ കളിയാക്കി ഞാൻ കുറെയൊക്കെ. പക്ഷെ പിന്നെ ഇത് വായിച്ചിട്ട് എന്റെ മൈൻഡ് ഫുള്ള് മാറി. എന്റെ ബാഡ് ഹാബിറ്റ് മാറി. നല്ല ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഫോൺ യൂസേജും അങ്ങനെ കുറെ ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. കുറെ എന്ന് പറഞ്ഞില്ല, കുറച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ തനിയെ മാറിപ്പോകുന്നു. എന്റെ വോയിസ് മാറുന്നു, എന്റെ ചിന്തകൾ മാറുന്നു, എന്റെ ലുക്ക് മാറുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഞാൻ പറയുന്നതാണ്, നമ്മളെ ബാഡ് ഹാബിറ്റ് ഇങ്ങോട്ട് മാറിപ്പോകും. ഗുഡ് ഹാബിറ്റ് പിന്നെ വരുന്നുള്ളൂ. ബാഡ് ഹാബിറ്റ് മാറിപ്പോയി. പിന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നു, നേരത്തെ എണീക്കുന്നു, ഗോസിപ്സ് നിർത്തി, അസൂയ നിർത്തി. ഞാൻ നല്ല അസൂയുള്ള ആളാണ്, സ്വാർത്ഥതയുള്ള ആളായിരുന്നു, സ്വാർത്ഥതയുള്ള ആളായിരുന്നു, അസൂയുള്ള ആളായിരുന്നു. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് എങ്ങനെ നടക്കുന്ന മനസ്സിലായി. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്ന് വായിച്ച ആ ഒരു കോട്ട് ഞാൻ പറഞ്ഞു 2022 സംതിങ്ങിൽ വായിച്ചിട്ടുള്ളത് ആ സമയത്തൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് എന്നും പഠിപ്പിക്കാൻ തീരുമാനിച്ചു ടെലഗ്രാമിൽ. ഇതുപോലെ അന്ന് പൈസ എന്ന് പറഞ്ഞാൽ 10 രൂപ വാങ്ങിക്കാൻ വയ്ക്കുന്നത്. 10 രൂപ വാങ്ങിച്ചിട്ട് പഠിപ്പിക്കും. 7 ദിവസത്തെ കോഴ്സാണ്. 10 രൂപ തന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറയും. എന്നിട്ട് നിങ്ങൾ 7 ദിവസം പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ തിരിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 10 രൂപ എനിക്ക് കിട്ടും. ഈ 10 രൂപ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും 10 രൂപ. അങ്ങനെ ചെയ്തു തരുന്നത് ആൾക്കാരെ. അപ്പോ സംഭവം അടിപൊളിയായിരുന്നു, നന്നായിട്ട് തന്നെ പോയി. പിന്നെ നിർത്തിയത്, പിന്നെ ഞാൻ വേറെ കാര്യം എന്റെ എൻഗേജ് ആയി മാറി. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാറാൻ ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നുള്ളൂ, നമുക്ക് മാറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മാറുക. അതിന്റെ ആവശ്യമില്ല എനിക്ക് പറയാം, ഒറ്റയ്ക്ക് മാറാൻ പറ്റും. കാരണം നമ്മൾ നായോ പട്ടിയോ ഒന്നും അല്ലല്ലോ, നമുക്ക് മനുഷ്യനാണ്. നമ്മൾ ട്രെയിൻ ചെയ്യാൻ നമ്മൾക്ക് പറ്റും, നമുക്ക് സ്വയം മാറ്റി തന്നെ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം മാറാം. ഇനി പറ്റില്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ചേരാവുന്നതാണ്. പൈസ വേണം, അത്രേ ഉള്ളൂ. പക്ഷെ പൈസ വാങ്ങിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളെ അതൊരു കമ്മിറ്റ്മെന്റ്സ് വേണമല്ലോ, അതുകൊണ്ട് മാറ്റുന്നത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ 5 മണിക്ക് എണീക്കാം. എന്നിട്ട് പറയേണ്ടത് നല്ല പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ സഡൻലി തീരുമാനിക്കുക. പെട്ടെന്ന് പലർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഇപ്പോ നേരത്തെ എണീറ്റ് എങ്ങനെ അപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾ 10 പുഷപ്പ് പഠിക്കാൻ പറഞ്ഞാൽ പറ്റും. നിങ്ങൾക്ക് എടുക്കണം അപ്പൊ തന്നെ, ഇരുത്തുക. നല്ല എനർജി നമുക്ക് 10 പുഷപ്പ് അല്ലെങ്കിൽ 10 റൗണ്ട് ഓട്ടോ, അല്ല 10 റൗണ്ട് ഓടണ്ട, ഒരു റൗണ്ട് ഓട്ടോ,
1 കിലോമീറ്റർ നടത്തുവോ, ഇതൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിന്റെ ഒരു ഇതുണ്ട്, ഒരു ഡോപ്പമിൻ ഇതുണ്ട്. എന്താ പറയാ, ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ടല്ലോ നമുക്ക്. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മണിക്കൂർ നിങ്ങൾ നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതേ ഡോപ്പമിൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരു റീൽസ് കാണുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ, സെയിം ഡോപ്പമിൻ കിട്ടുള്ളൂ. അതാ പ്രത്യേകത. അപ്പൊ ഈ റീൽസ് കാണുമ്പോൾ എന്താ, നമ്മൾ മൈൻഡ് ഡോപ്പമിൻ വേണമല്ലോ എന്തായാലും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ മൈൻഡ് പറയും നമുക്ക് റീൽസ് കാണാം, നമുക്ക് ആ ഡോപ്പമിൻ മതി, അത് അങ്ങനെ പോകും. നമ്മൾ വർക്ക് ചെയ്യില്ല 8 മണിക്കൂറൊന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ആ ഇൻസ്റ്റന്റ് ഡോപ്പമിൻ കളഞ്ഞിട്ട് എക്സ്റ്റന്റ് ഡോപ്പമിൻ ഇല്ലേ, അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സഡൻലി ടു മൈൻഡ്ഫുൾ 5 മിനിറ്റ് നേരം ഒന്ന് കണ്ണടച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്കിത് എന്റെ ഉണരാൻ പറ്റി, കണ്ണ് തന്നു, എനിക്ക് നല്ല കാഴ്ച കാണാൻ പറ്റുന്നു, നടക്കാൻ പറ്റുന്നു, നിൽക്കാൻ പറ്റുന്നു, ഇതൊക്കെ പറഞ്ഞ് നന്ദി പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. സെക്കൻഡ്, സഡൻലി അവിടെ നിന്ന് എണീറ്റിട്ട് നേരെ പോയിട്ട് ഒന്ന് മുഖം കഴുകുക, പോയിട്ട് പറ്റും മുഖം കഴുകുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നടക്കാൻ പോവേ, പറ്റുമെങ്കിൽ പുഷപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓടെ ചാടേ, ഇതൊക്കെ ചെയ്യുക. സഡൻലി ടപ്പേന്നാണ് ചെയ്യുക, ഒറ്റയടിക്ക്. ഓക്കെ, ചെയ്യണം. നിങ്ങൾ ഈ കാര്യം ഉറപ്പിച്ച്, നിങ്ങളിപ്പോ ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ട് അപ്പം ഓടിപ്പോയി ചെയ്യല്ല വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും മോട്ടിവേറ്റ് ആയി ഭയങ്കരമായിട്ട്, അങ്ങനെയല്ല. മോട്ടിവേറ്റ് ഒക്കെ വേണം, പക്ഷേ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, മോട്ടിവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ മോട്ടിവേഷൻ നമുക്കൊരു ഫുൾ ഡേ ഉണ്ടെങ്കിലോ അടിപൊളിയല്ലേ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, അത് വേണം. അങ്ങനെ വേണം നമുക്ക് ഫുൾ ഡേ മോട്ടിവേഷൻ. ഒറ്റ കാര്യമുള്ളൂ, ഒരു സെക്കൻഡ് പോലും മാറ്റി വെക്കാതെ ടപ്പ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുക. അതെന്തും ആയിക്കോട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അത്രയും നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് ഇതുണ്ട്, എന്റെ ലൈഫിൽ എനിക്ക് ഇമ്പ്രൂവ് ആവണമെന്നുണ്ട്, എനിക്ക് JP സാർ കസാണ്ടേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ട് അവിടേക്ക്. ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ JP യൂണിവേഴ്സ്, നിങ്ങൾ ജോയിൻ ചെയ്ത് എന്തിനാണ്, നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാറാൻ പറ്റും നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വന്നേക്കണം അവിടേക്ക്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് മുഴുവൻ കാണുന്നുണ്ട്, കാണാൻ വേണ്ടിയുള്ള ഒരു മനസ്സറിയും വേണം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. വെറുതെ കണ്ട് കുറച്ച് നേരം കണ്ടപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പമാണ് സ്കിപ്പ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വീഡിയോക്ക് പോവുക, ഇത് കണ്ട് അടുത്ത വീഡിയോക്ക് പോവുക, അല്ലെങ്കിൽ കമന്റ്സ് നോക്കി നടക്കുക, ഈ വീഡിയോ കാണുമ്പോൾ വേറെ വീഡിയോക്ക് നോക്കി നടക്കുക, അല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യുക. അങ്ങനെയല്ല, നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്യുക, ഇവിടെ മാത്രം ഇരിക്കുക. സമയം ചിലപ്പോൾ 1 മണിക്കൂർ ഉണ്ടാവും, സമ്മതിച്ചു, അറിയാം എനിക്ക്. പക്ഷെ ഈ സമയം നിങ്ങൾ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചോളൂ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത്. ഇത്രയും കാലം നമ്മൾ എന്ത് ലൈഫിൽ ചെയ്തിട്ടും ഒന്നും നേടാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും മാറ്റം നമുക്ക് ഉണ്ടാക്കിയാൽ, ചെറിയ മാറ്റം മതി, വലിയ മാറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ മാറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കുറെ വലിയ കാര്യം ചെയ്യാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സഡൻലി ആക്ഷൻ എടുക്കാം. നിങ്ങൾ കണ്ടില്ലേ ആമയും മുയലിനൊക്കെ അത് കേട്ടില്ലേ? നിങ്ങളിൽ ആമയാണോ മുയലാണോ എന്താവേണ്ടത്? ആമ വേണം മുയലാവണം? ജയിച്ചത് മുയലാണ്, ജയിച്ചത് ആമയാണ്. പക്ഷെ നിങ്ങൾക്ക് ആരാവേണ്ടത്? പലർക്കും നിങ്ങൾ പറയും ആമെന്ന് പറയും, പക്ഷെ നിങ്ങൾ മുയലാണ് എപ്പോഴും. മുയലാവുമ്പോഴാണല്ലോ നമുക്ക് സക്സസ് പലപ്പോഴും കിട്ടാത്തത്, അല്ലെ? മുയലാവുമ്പോൾ എന്താ ഉണ്ടാവുക? മുയല് കുറച്ച് ദിവസം പെട്ടെന്ന് ഫസ്റ്റ് തന്നെ നല്ല ടപ്പ് ചെയ്ത് പിന്നെ അങ്ങോട്ട് സ്റ്റോപ്പായി, നിർത്തി, പിന്നെയും തുടങ്ങും, പിന്നെ നിർത്തും. പക്ഷെ ആമ അങ്ങനെയല്ല. ആമ ഇന്ന് ഒന്ന് ചെയ്താൽ നാളെ വീണ്ടും അത് ഒന്ന് ചെയ്യും, പിന്നെ ഒന്ന് ചെയ്യും, അങ്ങനെ ഒന്നില് പോകും. അങ്ങനെ മുയൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡേ തന്നെ 100 ചെയ്യും, പിന്നെ അത് 90 ആവും, പിന്നെ 80 ആവും, പിന്നെ അങ്ങനെ ലാസ്റ്റ് 1 നിർത്തും. പക്ഷെ ആമ ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച ആകുമ്പോൾ ഒന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കും, പിന്നെ ഒരാഴ്ച ആകുമ്പോൾ 2 ആവും, അടുത്ത ചെയ്യുമ്പോൾ 3 ആവും, അങ്ങനെ ആയി 100 ആവും, അങ്ങനെ ആവും. അപ്പോ നിങ്ങൾ ആരാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ആമയായി മാറാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ബുക്ക് ഉണ്ടെങ്കിൽ എഴുതട്ടെ. ഫസ്റ്റ് പോയിന്റ് 5 മണിക്ക് എണീറ്റു, അഫർമേഷൻസ്, നല്ല അഫർമേഷൻസ് പറഞ്ഞു. ഞാൻ സമ്പന്നാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സക്സസ്ഫുൾ, ഞാൻ വിജയിയാണ്, അങ്ങനെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ടപ്പേ ആക്ഷൻ. ടപ്പേ തന്നെ ഒറ്റയ്ക്ക് ആക്ഷൻ എടുക്കുക. അവിടെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല, ചിന്ത വരാൻ പാടില്ല. ചിന്ത വരുന്നതിന് മുൻപ് ആക്ഷൻ എടുക്കുക. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഓടാൻ പോയി ചടാൻ പോയി ഒക്കെ ആയിക്കോട്ടെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു പുസ്തകം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ലൈഫിനെ മാറ്റി വെച്ച ഒരു ഹാബിറ്റിന് പുസ്തകം വായിക്കുക. ഒരു പേജ് വായിക്കുക, ഒരു ദിവസം ഒറ്റ പേജ് വായിക്കുക, ഒരു ദിവസം വായിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യമാണ് ഇത് വായിക്കാൻ. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ് ഉണ്ടാവുന്നത്. ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ 30 ദിവസം വയ്ക്കും, 30 പേജ് കഴിയും. 1 വർഷം ആകുമ്പോഴേക്കും ഒരു പുസ്തകം കഴിയും. അതൊന്നും പറയും 1 വർഷം പുസ്തകം വായിക്കുക, അത്രയൊന്നും വരില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും മാറും. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ 1 പേജ് വേണ്ട, ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മാറും, 10 പേജ് ആക്കും, പിന്നെ 1 മാസം 100 പേജ് ആക്കും, ഇങ്ങനെ കൂടുതൽ വരും. അതൊക്കെ കുറച്ച് നമുക്ക് മാറ്റം വരും. ഓക്കെ, ഇതിന്റെ അനുഭവം പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ നടക്കാൻ പോയി ഓക്കെ, പക്ഷെ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ എന്തായാലും ഹെൽത്ത് നമുക്ക് കെയർ ചെയ്യണം. നിങ്ങൾക്ക് 50 വയസ്സായാലും 60 വയസ്സായാലും ആക്റ്റീവായി നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ. അതും ഒരു 10-15 മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ജിമ്മിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ജിമ്മിലേക്ക് പൈസ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം വേണം, സമയക്കുറവുണ്ട്, അല്ലെങ്കിൽ പോകാനായിട്ട് ദൂരം കൂടുതലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യുക. 10-15 മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യുക വീട്ടിൽ തന്നെ. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യവൽക്കരണം. ഇത് എത്ര പേര് ചെയ്യാറുണ്ട്? സംഭവം ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട്? അങ്ങനെ ചെയ്യാറുണ്ടോ? ആരെങ്കിലും
ഒന്ന് പറഞ്ഞേ കമന്റ് ഇട്ട്. ഈ സംഭവം ചെയ്യുന്ന ആൾക്കാർ മാത്രമേ മാത്രം എന്ന് പറയുന്നില്ല, അതെ മാത്രം തന്നെ പറയുന്നുള്ളൂ, ലൈഫ് സക്സസ് ആവുകയുള്ളൂ. ഞാൻ ഉറപ്പ് പറയുന്നു. ഈ സംഭവം ചെയ്യുന്ന ഒരാള് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് ഉണ്ടായിരിക്കാം, വിഷൻ ബോർഡ്. അതിൽ എന്നും നോക്കിയിട്ട് നിങ്ങൾ കാണുക, ഞാൻ 5 വർഷം കഴിഞ്ഞാൽ ഇത്ര വലിയ വീടുണ്ടാക്കും, ഇതുപോലത്തെ കാറ് വാങ്ങിക്കും, ഇങ്ങനെ ജീവിക്കുന്നു പറയാം, ഡെയിലി പറയാം, ഇങ്ങനെ കാണാം, മനസ്സിൽ കാണാം. ഇങ്ങനെ കണ്ടു നോക്കി നിങ്ങൾ, അറിയാതെ നിങ്ങളുടെ ലൈഫ് സക്സസ് ആയി മാറുന്ന ഇത്രയും മനോഹരമായി നിങ്ങൾക്ക്. ഓക്കെ, ഇത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആരെ വേണ്ടത്, ഒരു വ്യക്തിയെ വേണോ, അട്രാക്ട് ചെയ്യണോ, അതുപോലെ കണ്ടു നോക്കി നടക്കും നിങ്ങൾക്ക്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടു. ഇനി നമുക്ക് മണി ആണെങ്കിൽ മണിയും നമുക്ക് ലഭിക്കും, പണവും ലഭിക്കും. അപ്പൊ രാവിലെ നമ്മൾ നേരത്തെ എണീറ്റൂലേ, നേരത്തെ എഴുതില്ലേ നിങ്ങൾ, നേരത്തെ എണീറ്റു. അപ്പൊ തന്നെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് മൈൻഡിൽ നിന്ന് കാമാക്കിയിട്ട് നല്ലപോലെ വാക്കുകൾ പറഞ്ഞു, പിന്നെ സഡൻലി ആക്ഷൻ എടുത്തിട്ടൊന്ന് നടക്കാൻ പോയി, പിന്നെ വർക്കൗട്ട് ചെയ്തു, ബുക്സ് വായിച്ച് വർക്കൗട്ട് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വിശ്ലേഷണം ചെയ്തു, ദിശവൽക്കരിച്ചു. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് ഇമ്പോർട്ടന്റ്, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര പേര് എന്റെ ലൈഫ് ഇങ്ങനെയായി പോയി എന്നുള്ള പറഞ്ഞ് കുറ്റം പറയാറുണ്ട്. എന്റെ മാതാപിതാക്കൾ എങ്ങനെയായി പോയി, എന്റെ എന്താ പറയാ, എന്റെ ഹസ്ബൻഡ് എങ്ങനെയായി പോയി, വൈഫ് എങ്ങനെയായി പോയി, എന്റെ മക്കൾ എങ്ങനെയായി പോയി എന്ന് പറഞ്ഞ് എത്ര ബ്ലെയിം ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യാറുണ്ട്? അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോ നിർത്തുക അത്. ഓക്കെ, ഞാൻ അങ്ങനെ ജനിച്ചു പോയി, എന്റെ അമ്മയച്ഛൻ ഇങ്ങനെയായി പോയി, മാതാപിതാക്കൾ എങ്ങനെയായി പോയി, ഹസ്ബൻഡ് എങ്ങനെയായി പോയി എന്നൊക്കെ പറയണ്ടാവും നിങ്ങൾ. ഇപ്പോ നൗ നിർത്തുക ആ സംഭവം, ഇനി അത് വേണ്ട. ഓക്കെ, നിങ്ങൾ പറയുക, മാറ്റി പറയാം, നേരെ മാറ്റി പറയാം. എന്റെ കുടുംബം എങ്ങനെയായിക്കൊണ്ടാണ് ഞാൻ മാറാനായിട്ട് തയ്യാറായിട്ടുള്ളത്. JP സാറിന്റെ ക്ലാസ്സിൽ വരാനായിട്ടും ഇങ്ങനത്തെ ക്ലാസ്സിൽ കയറാൻ വന്നതൊക്കെ അങ്ങനെ പറയാം. ഓക്കെ, എന്റെ ഫാമിലി, എന്റെ ഈ പറയുന്ന എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ കാരണമാണ് എനിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഞാൻ നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ഇമ്പ്രൂവ് ആവുന്നതൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചേഞ്ച് ആക്കുക, ആ ഒരു കാര്യത്തെ മാറ്റി പറയാം, നേരെ മാറ്റി പറയാം. ഈ ഒരു കാര്യം എനിക്ക് അനുഗ്രഹമായിരുന്നു പറയാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്, ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, ഈ എനർജിയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്. ഇതേ എനർജിയാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ കുറ്റം പറയുമ്പോൾ പുറത്തേക്ക് പോകുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയെ പോവുള്ളൂ. അപ്പൊ നെഗറ്റീവ് എനർജി അങ്ങനെ പോകുമ്പോൾ തിരിച്ചും അട്രാക്ട് ആയി വരുന്നത് അത് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് എനർജി കൊടുക്കും, ഇങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതും അതുപോലത്തെ എനർജി ആയിട്ട് മാറും. അപ്പൊ നമ്മള് കുറ്റം നിർത്താം, കുറ്റം പറയരുത്, ഇനി ഒരിക്കലും പറയരുത്, ബ്ലെയിം ചെയ്യരുത്. അങ്ങനെ നടന്നു പോയി, ഇങ്ങനെ നടന്നുകൊണ്ടില്ല. ഇപ്പോ നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി. ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ഒക്കെ വിഷമം ഉണ്ടാവും, പക്ഷെ പിന്നെ നമുക്കത് നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ്, സമയ മാനേജ്മെന്റ്. സമയം നമ്മൾ ഒരു നേരത്തെ എണീറ്റു, മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് എഴുതുക, ഈ ദിവസം ഞാൻ എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും സമയം മാറ്റിവെക്കും, ഒരു 1 hour നേരം എന്റെ ലക്ഷ്യം. എനിക്കിപ്പോ ഒരു പുതിയൊരു ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 1 മണിക്കൂർ നേരം ഇവിടെ നിന്ന് ഞാൻ ഒരുത്തി മാറില്ല. ഒറ്റ കാര്യം പറഞ്ഞിട്ട്, ആ സമയത്ത് നിങ്ങൾക്ക് കോൾസ്, ഫാമിലി, ഫ്രണ്ട്സ് ഇതൊക്കെ വന്നാൽ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്, അവിടേക്ക് നിങ്ങൾ പോവരുത്. ഞാൻ പറയുന്നു, പോവരുത്. ആ 1 hour നേരം നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആ നേരത്തെ നിങ്ങൾ ഫാമിലി വിളിക്കും, കോൾ വരും, നിങ്ങൾക്ക് പുതിയ സിനിമയ്ക്ക് പോകാനുണ്ടാവും, പുതിയ ഫ്രണ്ട്സ് കാണാനുണ്ടാവും. നോ വേ, അവിടേക്ക് നിങ്ങൾ പോവരുത്, നോക്കരുത്, അവിടേക്ക് മൈൻഡ് ചെയ്യരുത്, ഭാഗത്തേക്ക്. മനസ്സിലാക്കിയോ നിങ്ങൾ കാര്യം? കാരണം അത് ചെറിയൊരു കാര്യമായിരിക്കും ഉണ്ടാവും, പക്ഷെ അത് വലുതായിട്ട് അങ്ങനെ പോകും, പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് അത് മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക, ആ 1 hour നേരം. അതിപ്പോ ഇതിൽ പഠിക്കാനായിരിക്കും, പുതിയ സ്കിൽസ് പഠിക്കാനായിരിക്കും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും, അതൊക്കെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മാത്രം ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തുള്ളൂ. കാരണം നിങ്ങൾ ചെയ്യാറില്ലേ, ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കമന്റ് ഇടുന്ന എനിക്ക് അറിയില്ല, ഓക്കെ, കമന്റ് ഇടാം. ഇപ്പോ നിങ്ങൾ ഞാൻ പറഞ്ഞു, JP എന്ന് പറഞ്ഞാൽ ഞാൻ JP സാർ പറയുന്നു, നാളെ എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 1 lakh rupees എന്ന് പറയും. അല്ല, വീട്ടിൽ വന്നിട്ട് നിങ്ങളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 lakh rupees എന്ന് പറയും. 1 lakh, അത് മനോഹരമായിട്ട് പാടുന്ന പറയും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വരില്ലേ? 1 lakh rupees തരും. നാളെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് നല്ല മനോഹരം പാടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യുന്ന, ഞാൻ പറഞ്ഞ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ രാത്രി എണീക്കും, രാവിലെ ആ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ നേരത്തെ എണീക്ക്, രാത്രി എണീക്ക്, ആ സമയത്ത് ഒരു ഫോൺ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? പാട്ട് പഠിക്കും. നിങ്ങൾ പോയിട്ട് എങ്ങനെ പാടണം, എന്തുകൊണ്ട് എങ്ങനെ പാടണമൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും നേരത്ത്. ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന കോൾസോ, നിങ്ങൾക്ക് വരുന്ന ഫാമിലിയോ നിങ്ങൾ ആ സമയത്ത് ഓർക്ക് പോലുണ്ടാവില്ല നേരത്ത്, അല്ലേ? യെസ് പറഞ്ഞോ, പറയൂ നിങ്ങൾ.
ആ സമയത്ത് നിങ്ങൾ അതൊന്നും ഓർക്കൂല, നിങ്ങൾക്ക് അതൊന്നും വേണ്ട, ആ സമയത്തൊന്നും വേണ്ട. അതൊക്കെ നിങ്ങൾക്ക് 1,00,000 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടി. അന്ന് നാളെ ആകുമ്പോൾ പാട്ട് പാടിയ 1,00,000 റുപ്പീസ് കിട്ടുന്നു ഉറപ്പായ. കാരണം എന്ത് ചെയ്യും, പാട്ട് പഠിക്കും. ആ സമയത്ത് നിങ്ങൾ വേറെ സെർച്ച് ചെയ്യ പോലും ഉണ്ടാവില്ല. ഉറപ്പല്ലേ പറഞ്ഞത്? ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടും, കാരണം നിങ്ങൾക്ക് പൈസ അത്യാവശ്യം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ ഇതുപോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 1 ഹവർ നേരം നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഫാമിലി, ഫ്രണ്ട്സ്, ഫോണ്, സോഷ്യൽ മീഡിയ, ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ ലൈഫിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടാൻ പറ്റും. നിങ്ങൾ ആഗ്രഹം നേടാൻ പറ്റും. ഒരു മാസം ആവുമ്പോഴേക്കും 1 ഹവർ എന്നുള്ളത് എത്രയായി മാറുന്നറിയോ? 30 മണിക്കൂറായി മാറും. വെച്ചാൽ ഒരു ദിവസമായി മാറും. അപ്പൊ നിങ്ങൾ ആ ടോപ്പിക്ക് മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ. അല്ലാതെ അത്രേ ഉള്ളൂ. മാറ്റി വയ്ക്കാൻ നിങ്ങൾ 1 ഹവർ. 1 ഹവർ ചേർന്നാൽ തെറ്റും. ഏറ്റവും ചെറിയ 1 ഹവർ ആണ്. പക്ഷേ 1 ഹവറോ 2 ഹവറോ 3 ഹവറോ ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ സംഭവം ചെയ്യുക. ഞാൻ ഉദാഹരണം പറഞ്ഞെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങൾ വേറെ ഒന്നും വേണ്ട. ഞാൻ ചെയ്ത കാര്യമാണത്. ഞാൻ പണ്ട് ഒരു കാര്യം സെർച്ച് ചെയ്യാറില്ല. ഞാൻ ഫോണൊക്കെ 10 മിനിറ്റ് ഉപയോഗിക്കാറുള്ളൂ സമയത്തൊക്കെ. 10 മിനിറ്റ് ഫാമിലിയൊപ്പം പോകാറില്ല, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകാറില്ല. സിനിമകളൊക്കെ ഒഴിവാക്കി. ഞാൻ സിനിമ കണ്ടാണ്, സിനിമ ഒഴിവാക്കി. അങ്ങനെ പലതും ഒഴിവാക്കിയിട്ടുണ്ട് ലൈഫിൽ ഞാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ളതാണ്. 1 ഹവർ മതി. വേറെ കുറച്ച് സമയം അങ്ങോട്ട് മാറ്റിക്കോ. ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോക്കോ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേണ്ടി മാറ്റിയ സമയം. എന്റെ ഒരു അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള സമയത്തൊക്കെ കുറച്ചോ നമ്മൾ അതൊന്നും വേണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഫ്രണ്ട്സ്, ഫാമിലീസ്, പാർട്ടീസ്, ഇതൊക്കെ വളരെ കുറയ്ക്കുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ തോന്നും, പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് പലപ്പോഴും. ഓക്കെ, അപ്പോ സമയക്രമം മാറ്റിയൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇതെടുത്തു. എന്താണ്, ഒരു ബുക്ക് എടുത്തിട്ട് ഈ സമയം, ഈ 1 മണിക്ക് ഞാൻ ഇത് ചെയ്യും, 2 മണിക്ക് ഞാൻ ഇത് ചെയ്യും, 3 മണിക്ക് ഞാൻ ആ വ്യക്തിയെ വിളിക്കും, 4 മണിക്ക് ഞാൻ എന്റെ ഓർഡർ അല്ല എന്നാ എന്താ പറയാ ക്ലയന്റിനെ വിളിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമ്മൾ 5 മണിക്ക് നമ്മൾ ആളെ വിളിക്കും. പിന്നെ ഒരു കാര്യം പറയാം, എക്സ്ട്രാ പോയിന്റ് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന്റെ ആൻസർ കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 മിനിറ്റ്സ് റൂൾസ് ഉണ്ട്. 2 മിനിറ്റ്സ് റൂൾ. ആ സമയത്ത് തന്നെ ആളെ വിളിക്കാം. പിന്നേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. JP സാറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിക്കാം. ഓക്കെ, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് പറഞ്ഞു വെച്ചാൽ അപ്പൊ തന്നെ വിളിക്കണം. വേറെ സമയം മാറ്റിക്കരുത്. ഇത് നിങ്ങൾ ഉറപ്പിച്ച് കാര്യം ചെയ്യണം. എന്തായാലും വേറെ സമയം മാറ്റിക്കാൻ പാടില്ല. അല്ലെങ്കിൽ JP സാറ് തിരക്കായിരിക്കും, അങ്ങനെയൊന്നുമില്ല. വിളിക്കുക. ഇതിപ്പോ എന്റെ കാര്യം പറഞ്ഞത് ആരെയും തന്നെ വേണ്ടത്. നിങ്ങളിപ്പോ ഒരു മെന്ററെ വിളിക്കണം എന്നാകണമെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചോ. തിരക്കൊന്നും പിന്നെ നോക്കണ ആവശ്യമില്ല. വിളിക്കുക, ഡൗട്ട് ചോദിക്കുക, 2 മിനിറ്റോളം കിട്ടി മാറ്റി പോവുക. അത്രേ ഉള്ളൂ. പിന്നെ വിളിക്കാൻ അയ്യോ ഇനി എന്ത് ചെയ്യും, വിളിച്ചില്ല, അത് അങ്ങനെ ചിന്ത വരില്ല നമുക്ക്. അങ്ങനെ വേണ്ട. വിളിക്കാം, കഴിയുക, സംസാരിക്കുക, ഡൗട്ട് ക്ലിയർ ആയി കഴിഞ്ഞു പോവുക. അത്രേ ഉള്ളൂ. പിന്നെ നേരത്തെ നമ്മൾ ചിന്തിച്ചിരിക്കാൻ പാടില്ല. ചിന്ത വരരുത്. ടപ്പേ തീരുമാനം. അതുള്ളൂ നമുക്ക് എപ്പോഴും. അത് മാറ്റിയതിട്ട് സംഭവം ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന സംഭവമാണ് നമ്മൾ നെഗറ്റിവിറ്റി വരില്ല. നമുക്ക് പലപ്പോഴും അറിയാലോ, എനിക്കറിയാം, നമ്മളെ ചുറ്റുപാട് നെഗറ്റിവിറ്റി ഉണ്ടാവും, ഗോസിപ്സ് ഉണ്ടാവും, ഫാമിലിയിൽ നിന്ന് കുറച്ച് സ്ട്രഗിൾ വരും, ഇതൊക്കെ ഉണ്ടാവും. പലപ്പോഴും അവിടെ നിന്ന് മാറി നിൽക്കുക, കുറച്ചൊക്കെ ഒന്ന് അകന്ന് നിൽക്കുക. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യപ്പം നിൽക്കാതെ, ഗോസിപ്സ് പറഞ്ഞാക്കല്ലേ, കുറ്റം പറഞ്ഞ കാര്യപ്പം കൂടാതെ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കാം. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും എനിക്കറിയാം, നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, സാറേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഫാമിലി ഇങ്ങനെയൊക്കെ പറയുന്നു, അവരെന്നെ ഡൗൺ ആക്കും എന്നൊക്കെ പറയാറുണ്ട്. എനിക്കറിയാം, അതൊക്കെ ഉണ്ടാവും. പലപ്പോഴും പലർക്കുള്ള സംഭവമാണ്. ലേഡീസിനെ കൂടുതൽ ഉണ്ടാവുള്ളൂ അതൊക്കെ. അപ്പോ അതൊന്ന് കുറച്ച് മാറൊക്കെ ശ്രമിക്കാം. അങ്ങനെ അവരെ ഫുൾ ആക്റ്റീവ് ആതിരിക്കുക, അവരുടെ അടുത്ത് പോവാതിരിക്കാനല്ല പറഞ്ഞത്, പോകണം. ബന്ധങ്ങളൊക്കെ എപ്പോഴും വലുതാണ്. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കുക. തിരുത്താൻ പോകണ്ട, അവരാണായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യം എന്താണോ അത് നോക്കുക. തിരുത്താൻ പോയി കഴിഞ്ഞാൽ മാറുന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. മാറുന്നവര് തിരുത്താൻ പോയി കഴിഞ്ഞാൽ പറയും, ഇത്രയും കാലമായിട്ട് 10 വർഷമായിട്ട് അവരൊപ്പം നടന്നത് മാറിയിട്ടില്ല, പിന്നെ ഇപ്പൊ പോയി മാറാൻ പോകണല്ലേ പറയില്ല. നിങ്ങൾ തിരിച്ച് പറയില്ലെങ്കിൽ അതാണ്. അപ്പോ തിരുത്താൻ പോകുന്ന ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാറ്റുക. നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവർ മാറിക്കൂടാതെ കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഇതായി മാറും. അപ്പോ അത് ചെയ്യുക. നിങ്ങളെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ സംഭവമില്ല. നെഗറ്റീവ് പീപ്പിൾസ്, നെഗറ്റീവായിട്ടുള്ള ടോക്കുകൾ, നെഗറ്റീവായിട്ടുള്ള ഗോസിപ്സ്, ന്യൂസുകൾ, നെഗറ്റീവ് ചിന്താഗതികൾ, ഇതൊക്കെ മാറ്റുക. ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പറയാ, ഇത് വെറും ചിന്ത മാത്രമാണ്, ഇത് ഞാനല്ല. ഓക്കെ, ചിന്ത മാത്രമാണ്, ഞാനല്ല അത്. ഇങ്ങനെ പറയാം. ഇത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ നേരത്തെ എണീക്കുന്ന വ്യക്തിയാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻ പറയുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, പഠിക്കുന്നു, എന്റെ കാര്യം നോക്കുന്നു, ഇത് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഞാൻ ഈ 1 ഹവർ എന്ന് പറഞ്ഞത്, 1 ഹവർ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും മിനിമം ആണ്. 1 ഹവറല്ല വേണ്ടത്, ഒരു 4 ഹവറെങ്കിലും പഠിക്കാം നമ്മൾ ലൈഫിൽ. ഓക്കെ, 1 ഹവർ മിനിമം ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയം എന്താണ് പഠിക്കുക. ഇപ്പൊ നമുക്ക് 24 ഹവേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ലൈഫിൽ. 24 ഹവേഴ്സിൽ നമുക്ക് 8 മണിക്കൂർ വെച്ചാൽ ഒരു ഉറക്കത്തിന് വേണ്ടി, ഉറക്കം 8 മണിക്കൊന്നും വേണ്ടട്ടാ, ഉറങ്ങരുത് 8 മണിക്കൊന്നും. ഒരു 6 ഹവേഴ്സ് ഉറങ്ങാൻ ശ്രമിക്കാം. 6 ഹവർ ഉറങ്ങുക. അപ്പോഴും നമുക്ക് എത്ര ഉണ്ട് സമയം,
18 ഉണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് സമയം കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടുമ്പോൾ സമയമൊക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങളെ ചിന്തകളെ നമ്മൾ കെട്ടിയെടുക്കുക. ഈ പറഞ്ഞ കുതിരയെ പോലെ, കുതിരയെ കണ്ടില്ല, കുതിര ഇവിടെ ഇങ്ങനെ കണ്ണുമ്പോൾ സംഭവിക്കും, ഇവിടെ കൺവെക്കും. എന്തുകൊണ്ടാണ്? സ്ട്രേറ്റ് ആയിട്ട് പോകാൻ വേണ്ടി. അങ്ങോട്ടൊന്നും ചിന്ത പോകാൻ പാടില്ല. നമ്മളെ അലട്ടുന്ന കാര്യം കുറേ ഉണ്ട് ലോകത്ത്. ഇപ്പോ നെഗറ്റീവായിട്ടുള്ള പലതും ഉണ്ട്. നെഗറ്റീവ് ഉണ്ട്, യുദ്ധങ്ങളുണ്ട്, ന്യൂസുകളുണ്ട്, പിന്നെ എന്തൊക്കെയാ പറയാം, ഷോർട്സ് ഉണ്ട്, റീൽസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, സിനിമയുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ഫാമിലിയുടെ പാർട്ടീസ് ഉണ്ട്, ഇതൊക്കെ നമുക്കുണ്ട്. ഫെസ്റ്റിവൽസ് ഉണ്ടാവും, പൂരങ്ങൾ വരുന്നുണ്ട്, പിന്നെ പൂരങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റാത്ത മാത്രം മാറ്റാൻ ശ്രമിക്കുക. മാറ്റാൻ പറ്റണമെങ്കിൽ മാറ്റം ചെയ്യുക, മാറ്റി നിർത്തുക. ഇംപ്രൂവ് ആവണം ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഒരു കമ്പനിയുടെ ഓണേഴ്സ് നോക്കുന്നത് എപ്പോഴും പ്രായമായ ആൾക്കാർ നോക്കുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ അന്ന്. അവർക്കൊണ്ട് അവര് വേണ്ടത് പ്രായമുള്ള ആൾക്കാർ വേണ്ടത്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞത്, തലമുറ എന്നല്ല, ഒരു 20 to 30 ആൾക്കാരൊക്കെ ഇപ്പോഴും അവർ പറഞ്ഞവർ കേൾക്കുന്നില്ല. അവര് അവരുടെ വഴിക്ക് പോകുന്നത്. പക്ഷെ അവര് മാറ്റാൻ പറ്റും, എനിക്കറിയാം. പക്ഷെ ഏത് കമ്പനി ആയാലും തുടങ്ങുമ്പോൾ 40 ഏജിന് മുകളിലൊക്കെ നോക്കുന്നത് പറയുന്നത് ഞാൻ അതിശയിച്ചു പോയ കാര്യം എന്നൊക്കെ കേട്ടപ്പോൾ. അവർ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് വയസ്സ് 30-40 ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെയാണ്. അവർ വരുന്നില്ല, പിള്ളേരൊന്നും ഇപ്പോ ആക്റ്റീവ് ആവുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ പിള്ളേര് ഇപ്പോ മത്സരിക്കുന്നത്, ഞാൻ മത്സരിക്കുന്നത് നിങ്ങളോടാണ്. അറിയോ നിങ്ങൾക്ക്? പിള്ളേരായ ആൾക്കാരില്ലേ, 20 to 30 വയസ്സുള്ള ആൾക്കാരൊക്കെ, അവരിപ്പോ കോമ്പറ്റേറ്റ് ചെയ്യുന്നത് 40 ഏജിലുള്ള ആൾക്കാരെ കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അവസരം ഉള്ളത്. നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്, നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബോഡി ബിൽഡ് ചെയ്യുക, നിങ്ങളെ മെഡിറ്റേഷൻ ചെയ്തിട്ട് മൈൻഡ് ഫുൾ ആക്കുക, നിങ്ങൾ ഹെൽത്ത് കെയർ ചെയ്യുക, മണി കെയർ ചെയ്യുക, ചെയ്ത ലൈഫ് ഏറ്റവും ഇമ്പ്രൂവ് ആയി മാറും നമ്മള്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പണത്തെ പറ്റി ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട്. മണിയെ നിങ്ങൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഒരു 10,000 രൂപ ആണെങ്കിൽ ഒരു മാസം നിങ്ങൾ 1000 മാറ്റി വയ്ക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. വരവ് ഉണ്ടെങ്കിൽ പോലും ചിലവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചിലവ് കുറച്ച് ജീവിക്കാൻ ശ്രമിക്കുക പരമാവധി. മണിയെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. മണിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആമയായി മാറുക, ആമയുടെ പോലെയായി മാറുക. കുറച്ച് പൈസ എടുത്തിച്ച് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ വാങ്ങിക്കുക. കാറോ ബൈക്കോ വീടോ വാങ്ങിക്കാൻ പറ്റും. ഇന്നിപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഇത് വരുന്ന ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 500 1000 ഒക്കെ ഒന്ന് കൊണ്ടുപോയി ഇടുക, അവിടെ കൊണ്ടുപോയിട്ട്. അങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 5 വർഷം ഒക്കെ ആകുമ്പോഴേക്കും പൈസ കിട്ടും, ആമയുടെ പോലെ ആയി മാറാം. ഇത്രയും കാലം നിങ്ങൾ ലൈഫിൽ ചിലപ്പോൾ പൈസ ചിലവാക്കിയിട്ടുണ്ടാവാം, പൈസ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവാം, ശരിയാണ്. പക്ഷെ ഇനി നിങ്ങൾക്ക് മാറാൻ പറ്റും, മാറ്റം കൊണ്ടുവരിക. ഓക്കെ, ഞാൻ പറഞ്ഞ 5 പോയിന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് മൈൻഡ് കൺട്രോൾ ആണ്. പിന്നെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ നേരത്തെ എണീക്കുക, നമ്മളുടെ കാര്യം ചെയ്യുക, മെഡിറ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, വർക്കൗട്ട്, നടക്കാൻ പോവുക, സഡൻ ആക്ഷൻ, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ. പിന്നെ സെക്കൻഡ് പോയിന്റ് തീരുമാനം പെട്ടെന്ന് എടുക്കുക. തേർഡ് പോയിന്റ് പറഞ്ഞാൽ ബ്ലെയിം ചെയ്ത് നിർത്തുക, കുറ്റപ്പെടുത്തി നിർത്തുക. നമ്മളെ കുറ്റം പറയുന്നു, ഫാമിലി കുറ്റം പറയുന്നു, പാർട്ട്ണർ കുറ്റം പറയുന്നു, എല്ലാം കുറ്റം പറഞ്ഞിരിക്കുന്ന നിർത്താൻ ശ്രമിക്കുക. പിന്നെ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക. പിന്നെയാണ് നമ്മളെ 1 hour നേരം എന്ത് ചെയ്യുക, പഠിക്കാൻ തീരുമാനിക്കുക. ആ സമയത്ത് വേറെ ഒരു കാര്യം നോക്കാൻ പാടില്ല, ഒന്നും നോക്കാൻ പാടില്ല, അത് മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പറഞ്ഞൊരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2 minutes ഉള്ളാണ്. നിങ്ങൾക്കൊരു ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ വിളിക്കുക, എന്നിട്ട് ചോദിക്കുക, ആൻസറിന് ഉത്തരം അപ്പോൾ കിട്ടാൻ ശ്രമിക്കുക. പിന്നെ ഗോസിപ്സ്, നെഗറ്റിവിറ്റി, ഇതൊക്കെ നിർത്താൻ ശ്രമിക്കുക. വ്യക്തികളായിട്ട് കൂട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്ര ഞാൻ പറയുന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.